ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കിച്ചൺ ടിപ്പ് പറയാനാണ്. നമ്മുടെ വീടുകളിൽ അല്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ഒഴിവാനാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് പല കാര്യങ്ങളും ഒന്നാണ് പ്രഷർ കുക്കർ. അപ്പം നമ്മളെ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ പ്രഷർ കുക്കർ. എന്നാൽ ഈ പ്രഷർ കുക്കർ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നത് അറിയുന്നവരായിരിക്കാം കേട്ടോ പലരും. എന്നാൽ ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബറുണ്ട്, അർപ്പണ എന്നാണ് പേരെന്നാണ് ഞാൻ ഓർക്കുന്നത്. അർപ്പണ MR എന്നാണ്. ആ കുട്ടി എൻ്റെ അടുത്ത് ഒരു 3-4 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്കത് ഇടാൻ പറ്റിയില്ല. ആ കുട്ടിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ബഹ്റിനിലോട്ട് താമസം മാറി. അപ്പോൾ അടുക്കളയിൽ ഇച്ചിരി എന്താ പറയുക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുക്കർ എങ്ങനെ ഹാൻഡിൽ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം 2-3 പ്രാവശ്യം റിക്വസ്റ്റ് ചെയ്തപ്പോഴാണ് എനിക്ക് ഇടാൻ പറ്റിയത്. അപ്പോൾ സോറി കേട്ടോ. ഞാനെന്താ ഇപ്പം അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കറിയുന്ന കാര്യം നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുവാണ്. അപ്പോൾ പ്രഷർ കുക്കർ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് വീഡിയോ. പെട്ടെന്ന് കണ്ടു നോക്കാം. അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മുടെ വീട്ടിൽ അടുക്കളയിൽ ഉപയോഗിക്കുന്ന പ്രഷർ കുക്കറിൻ്റെ സേഫ്റ്റി വാൾവ്. അത് നമ്മൾ കൃത്യസമയത്ത് തന്നെ മാറ്റണം. അത് നമ്മൾ പിന്നീട് ഓർത്ത് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, അത് അപകടം വിളിച്ചു വരുത്തലാണെന്നാണ് ഞാൻ പറയുക. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ തോന്നുമല്ലോ അത് കറക്റ്റല്ല, വെള്ളം പുറത്തേക്ക് പ്രോപ്പറായിട്ട് വെള്ളം പുറത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വിസിൽ ചെയ്യുന്നില്ല, അങ്ങനെയൊക്കെ തോന്നുവാണെന്നുണ്ടെങ്കിൽ അത് ഉടനെ തന്നെ അതിൻ്റെ കൃത്യസമയത്ത് തന്നെ മാറ്റാൻ നോക്കുക. ഇനി രണ്ടാമത്തെ കാര്യമാണ്, കുക്കറിൽ നമ്മൾ മുഴുവനും നിറച്ച് ഭക്ഷണം പാകം ചെയ്യരുത് ഒരിക്കലും. നമുക്ക് എപ്പോഴും പകുതിയോളം വെച്ചിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ വെള്ളം നിറയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, കുക്കറിൻ്റെ ആ ഒരു സ്ക്രൂ ഒക്കെ ഇരിക്കുന്ന 4 ആയിട്ടുള്ള സ്ക്രൂ വരുന്ന ഭാഗത്തിൻ്റെ താഴെ വരെ മാത്രം നിങ്ങൾ വെള്ളം ഫില്ല് ചെയ്യാൻ നോക്കുക. അതിൻ്റെ മേലെ വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴൊക്കെയാണ് ഓരോ അപകടങ്ങൾ വരിക. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റാർട്ടേഴ്സ് അല്ലെങ്കിൽ ബിഗിനേഴ്സൊക്കെ കുക്കർ ഹാൻഡിൽ ചെയ്യുമ്പോൾ എപ്പോഴും ആ ഒരു ആ സ്ക്രൂവിൻ്റെ അതിൻ്റെ തൊട്ട് താഴെ മാത്രം വെള്ളം നിറയ്ക്കാൻ നോക്കുക. ഇനി അടുത്തതാണ്, ആവി മുഴുവനായിട്ടും പോവാതെ ഒരിക്കലും കുക്കറിൻ്റെ അടപ്പ് തുറക്കരുത്. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയതായിട്ട് അടുക്കളയിലൊക്കെ പണിയാൻ തുടങ്ങിയിട്ടുള്ള കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെന്ന് പറയില്ല, കുട്ടികൾ, ഇപ്പോൾ പ്രത്യേകിച്ച് കല്യാണമൊക്കെ കഴിഞ്ഞ് പുതിയതായിട്ടൊരു ജീവിതമൊക്കെ തുടങ്ങുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കിച്ചണിൽ നമ്മൾ എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊന്നും കുക്കർ തുറക്കരുത്. ഇനിയിപ്പോൾ അങ്ങനെ ധൃതിയിൽ കുക്കർ തുറക്കേണ്ടി വന്നാൽ തന്നെ നമ്മൾ പച്ചവെള്ളത്തിൽ പൈപ്പിൻ്റെ താഴെ, സിങ്കിൻ്റെ താഴെ ഈ ഒരു കുക്കർ കൊണ്ട് വയ്ക്കുക. അന്നേരം നമ്മുടെ പൈപ്പ് തുറന്ന് വിടുക, അല്ലെങ്കിൽ നമ്മൾ പച്ചവെള്ളത്തിൽ ഇറക്കി വെക്കുക. അതും അല്ലെങ്കിൽ പച്ചവെള്ളം കുക്കറിൻ്റെ മൂടിയിലേക്ക് ഒന്ന് ഒഴിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് തുറക്കാൻ പറ്റും. ഇതിലത്തെ ആവിയെല്ലാം പോയി നമുക്ക് പെട്ടെന്ന് തുറക്കാൻ പറ്റും. ഇനി അടുത്തതാണ്, കുക്കറിൻ്റെ വെയിറ്റ് വയ്ക്കുന്ന ദ്വാരം, അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ നമ്മുടെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു സ്റ്റൈൽ, സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ കുക്കിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇതിനകത്ത് നമ്മൾ ഒത്തിരി നമ്മുടെ പരിപ്പ്, സാമ്പാർ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും. അല്ലെങ്കിൽ ചോറ് കുക്കറിൽ വെക്കുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ അംശങ്ങളൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് കയറി പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ അതിനകത്തൊക്കെ ഇടാൻ എളുപ്പത്തിന് നമ്മളൊരു എടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു കത്തിയുടെ മൂർച്ച, അല്ലെങ്കിൽ നമ്മൾ നല്ല കുനിപ്പുള്ള കൂർത്തിട്ടുള്ള കത്തി വെച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അതിന് പകരം നമ്മളൊരു നൈസായിട്ടുള്ളൊരു തുണി നല്ലതുപോലെ നമുക്കൊന്ന് തെറുക്കാന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ഒന്ന് കയ്യിലൊക്കെ ഒന്ന് ഉരുട്ടി അത് വളരെ തിന്നാക്കി കഴിഞ്ഞിട്ട് ആ തുണി വെച്ചിട്ട് നമുക്കിതിൻ്റെ ആ ഒരു വിസിൽ വരുന്ന ഭാഗത്തിൻ്റെ ആ ദ്വാരത്തിലും അതുപോലെയുള്ള വെയിറ്റിൻ്റെ പുറകിലുള്ള ഭാഗത്തിലും ഒക്കെ നമുക്ക് നല്ലതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പം നമ്മളൊരു ഈർക്കിൽ വെച്ചിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പം അത് അടഞ്ഞിരിക്കുക, ഇപ്പം ചിലപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ഒടിഞ്ഞിരിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കുക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ അപകടം വിളിച്ചു വരുത്തും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഒരു നൈസായിട്ടുള്ളൊരു തുണി എടുത്ത് തെറുത്തിട്ട് നമുക്ക് ആ ഒരു ഭാഗമൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് നമുക്കതൊന്ന് ഇറക്കിയിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പിന്നെ മറ്റൊന്നാണ്, പ്രഷർ കുക്കറിനകത്ത് വാഷർ എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കണം. കാരണം അതിനകത്തൊക്കെ ഒത്തിരി ഫുഡ് പാർട്ടിക്കിൾസ് ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുക്കർ എങ്ങനെയാണോ ക്ലീൻ ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മൾ കുക്കറിൻ്റെ വാഷറും ക്ലീൻ ചെയ്യണം. കാരണം അത് ഈ കുക്കറിൻ്റെ അകവും അതുപോലെ തന്നെയാണ് കേട്ടോ. കാരണം ആ സ്ക്രൂ ഒക്കെ ഇരിക്കുന്ന ഭാഗമൊക്കെ നല്ലതുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. ഇല്ലെങ്കിൽ അവിടെയൊക്കെ ബാക്ടീരിയ വളരാനായിട്ട് ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ കുക്കറും വാഷറും ഒരുപോലെ തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കുക.
അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു മിസ്റ്റേക്കാണ് അല്ലെങ്കിൽ ഒരു കുഴപ്പമാണ്, നമ്മൾ ഈ ഒരു പ്രഷർ കുക്കർ നമ്മൾ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് ഉണങ്ങാതെ തന്നെ എടുത്ത് വെക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. പ്രഷർ കുക്കർ നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി അത് ഉണങ്ങിയതിന് ശേഷം മാത്രമേ നമ്മൾ എവിടെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ അത് നമ്മൾ വല്ല ഡ്രോയറിനകത്തൊക്കെ ആയിരിക്കും വെക്കുന്നുണ്ടാവുക, ഷെൽഫിനകത്തൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം മാത്രമാണ് വെക്കേണ്ടത്. കാരണം നമ്മളത് ഉണങ്ങാതെ നമ്മൾ ആ ഒരു കുക്കർ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ബാക്ടീരിയകൾ പെരുകാനായിട്ടാണ് സഹായിക്കുക. അല്ലാതെ അതുകൊണ്ട് നമുക്ക് ഒരു പ്രയോജനം കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നല്ലതുപോലെ ഉണക്കിയതിന് ശേഷം കുക്കർ അതിൻ്റെ സ്ഥാനത്ത് വെക്കാൻ നോക്കുക. ഇനി അതുപോലെ കുക്കറിൻ്റെ അകത്ത് എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് മണം കറക്റ്റായിട്ട് പോകുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി അതൊന്നുമില്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മുടെ ബേക്കിംഗ് സോഡയും ഒരു ടീസ്പൂണോളം ബേക്കിംഗ് സോഡയും അതുപോലെ ഒരു ടീസ്പൂണോളം ഉള്ള വിനാഗിരിയും കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പഞ്ച് കൊണ്ടോ നല്ലതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് എന്തെങ്കിലും സ്മെല്ലൊക്കെ, ഒരു ചീത്ത മണമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കുക്കിംഗ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് എനിക്കറിയാവുന്ന കൊച്ചു കൊച്ചു ടിപ്സ്. ചിലപ്പോൾ ഇതിനേക്കാളും കൂടുതൽ അറിയുന്നവരുണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഫാമിലിയിൽ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റുള്ളവർക്കൊക്കെ അതൊരു ഹെൽപ്ഫുള്ളാവും. ഇതിപ്പോൾ എനിക്കറിയുന്നതാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിന് ഇത് കുറേ നാൾ ചോദിച്ച ഒരു സംഭവമാണ്. അപ്പോൾ ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു വീട്ടമ്മയും നല്ലൊരു കുക്കുമായിട്ട് വരട്ടെ എന്ന് ആശംസിക്കും കൂടെ ചെയ്യുന്നു കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.